ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീരത്തോരൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷണലാണ്. അതിനുശേഷം സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തേങ്ങയിൽ മുളകും പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും അറിയിക്കാൻ മറക്കരുത്.